ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഇനി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവേ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് ആ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് വെറും തേങ്ങ മാത്രം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറുപ്പായാലും ഈ കളറുള്ളതായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മുന്തിരി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഈ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വറന്ന് അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതി, ഒരുപാട് സമയം വറുത്തെടുക്കേണ്ടിയില്ല. ഒന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം മധുരമൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ചേർക്കേണ്ടില്ല, അപ്പോൾ നല്ല മധുരമായി പോവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറും സൗണ്ടൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴ കേട്ടോ, നമ്മളെ വലിയ പഴയില്ലേ. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പച്ചപ്പഴമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കറ ചോദിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിട്ട് തൊലിയൊക്കെ കാർത്ത് നമ്മൾ കളയാൻ വെച്ച ആ ഒരു പരുവത്തിലെ പഴമാട്ടോ ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിതാ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ട, മൈദ മതി എന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ഇത് ചെയ്താൽ കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല അത്യാവശ്യത്തിന് നല്ലൊരു മധുരം ഉണ്ടാവേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഒരു ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഏലക്കായ മാത്രം മതിയേ. അതിലേക്ക് നമുക്കിനി 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് അങ്ങ് ലൂസായി പോകും. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് എടുക്കാം കേട്ടോ. തരിതരിപ്പൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം വെക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിന് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പോളൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, ആ രീതിക്കാട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ലോ തന്നെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം നമ്മളിത് മുകളിലൊക്കെ സെറ്റാക്കി എടുക്കുന്നപ്പോഴത്തേക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കുക. ആ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുകൾ ഭാഗം ആറി വന്നിട്ടുണ്ടാവേ. അപ്പം വേണം നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അതിനായി ഞാനിപ്പം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അങ്ങ് ചെരിഞ്ഞ് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വേറെ പാത്രം ഇല്ല ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ 10-20 സെക്കൻഡ് ഒന്ന് വെക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകാൻ. ചൂടൊന്ന് ആറിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനിപ്പം ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ചൂടോട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. ഒന്ന് ചൂട് ആറിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടെ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ആവി കയറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ആദ്യം കുറച്ച് മാവ് വെച്ചിട്ട് അതൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ വീണ്ടും ആ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക. അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് ഇത് അതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റിനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.